सभी को मेरा नमस्कार। 8वीं कक्षा के सभी छात्रों को मैं स्वागत करता हूँ। आज हम एक कहानी पढ़ेंगे। कहानी सुनना सबको पसंद है, ठीक है ना? हमारी कहानी का नाम है शहंशाह अकबर को कौन सिखाएगा। यह हमारे पाठ्य पुस्तक में पहले इकाई का पहला पाठ है, लोक कथा है। लोक कथा मतलब ठीक है, നാടോടി കഥ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഫോക്ക് സ്റ്റോറീസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിലും പറയുന്ന നാടോടി കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഥയുടെ പേരെന്താണ്? ഷെഹൻഷാ അക്ബർ കോ കോൻ സിഖായേഗ. ഷെഹൻഷാ അക്ബറിനെ ആരാണ് പഠിപ്പിക്കുക? ശരി, നോക്കൂ, നമ്മളെല്ലാവരും അക്ബർ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിലെ വലിയൊരു രാജാവായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മൾ ബീർബലിനെ കുറിച്ചും ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അക്ബറും ബീർബലും തമ്മിലുള്ള ധാരാളം രസകരമായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നതും അത്തരത്തിലൊരു കഥയാണ്. ഷെഹൻഷാ അക്ബർ കോ കോൻ സിഖായേഗ എന്നുള്ള ഈ പാഠവും അക്ബറും ബീർബലും തമ്മിൽ ഉണ്ടായ രസകരമായ ഒരു സംഭവമാണ്. ശരി, അപ്പോഴെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, നല്ലതുപോലെ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. देखो, हम अभी पढ़ेंगे अकबर की दरबार में बीरबल कैसे पहुंच गए. അക്ബറിൻ്റെ ദർബാറിൽ, അതായത് രാജസദസ്സിലേക്ക് ബീർബൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇതൊരു കഥയാണ്. ഹേക്ക് കഹാനി ഹേ, സബി സുനോ. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കൂ. ठीक है. राजा बीरबल महेश दास बीरबल के नाम से अधिक प्रसिद्ध है. मुगल बादशाह अकबर के दरबार में प्रमुख वजीर और अकबर के परिषद के 9 सलाहकारों में से एक थे. ബീർബൽ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ് എന്നാണ്. അദ്ദേഹം മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയും അതുപോലെ തന്നെ അക്ബറിന്റെ നവരത്നങ്ങളിൽ അദ്ദേഹത്തിന്റെ പരിഷത്തിലുള്ള 9 ഉപദേശകരിൽ ഒരാളുമായിരുന്നു. ഉൻകാ ജന്മ ഭട്ടറാവു പരിവാർ മേ ഹുവാ. അദ്ദേഹം ഭട്ടറാവു കുടുംബത്തിലാണ് ജനിച്ചത്. ബച്ചുപ്പൻ സേ ഹി തീവ്ര ബുദ്ധി കേതെ. അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ നല്ല ബുദ്ധിശാലിയായിരുന്നു. പ്രാരംഭമേ ഏ പാൻ കാ സൗദ ബേച്ചതേ. തുടക്കകാലത്ത് അദ്ദേഹം മുറുക്കാൻ കച്ചവടമാണ് നടത്തിയിരുന്നത്. വെറ്റില കച്ചവടമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ശരി. तो बादशाह अकबर ने अपने एक पान का बीड़ा लगाने वाले नौकर को एक पाव पर चूना लेकर आने को कहा. ചക്രവർത്തിയായിരുന്ന അക്ബർ തനിക്ക് മുറുക്കാൻ കൂട്ടിത്തരുന്ന ഒരു ജോലിക്കാരനോട്, ഒരു രാജസേവകനോട്, പാവഫർ എന്ന് വെച്ചാൽ എത്രയാണ്? ലഗ്ഭഗ് 250 ഗ്രാം, ഏകദേശം 250 ഗ്രാം. അതാണ് നമ്മൾ പാവഫർ എന്ന് പറയുന്നത്. ചൂന ലേക്കർ ആനേക്കോ കഹ, ചുണ്ണാമ്പ് വാങ്ങിക്കൊണ്ടുവരാനായി പറഞ്ഞു. ചക്രവർത്തിയായ അക്ബർ തൻ്റെ ഒരു രാജസേവകനോട് 250 ഗ്രാം ചുണ്ണാമ്പ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. നൗക്കർ കിലേ കെ ബാഹർ ദുക്കാൻ കർണേ വാലെ പൻവാടി സെ പാവഫർ ചൂന ലേനെ ഗയ. ആ ജോലിക്കാരൻ രാജകൊട്ടാരത്തിന്റെ വെളിയിൽ മുറുക്കാൻ കച്ചവടം നടത്തിയിരുന്ന ഒരു പൻവാടി എന്ന് പറഞ്ഞാൽ ഈ വെറ്റില കച്ചവടം നടത്തുന്നയാളാണ്. പാവഫർ ചൂന ലേനെ ഗയ, 250 ഗ്രാം ചുണ്ണാമ്പ് വാങ്ങാനായി ആ രാജസേവകൻ കൊട്ടാരത്തിന് പുറത്ത് ഒരു മുറുക്കാൻ കടയിലേക്ക് പോയി. ഇത്തന സാരാ ചൂന ലേ ജാത്തെ ദേഖ് പൻവാടി കോ കുച്ച് ശക് ഹോത്തി ഹേ. ഇത്രയധികം ചുണ്ണാമ്പ് വാങ്ങി പോകുന്നത് കണ്ടപ്പോ ആ കച്ചവടക്കാരന് കുറച്ച് സംശയം തോന്നുന്നു. എന്തോ സംശയം തോന്നുന്നു. ഇസ്ലിയെ ബീർബൽ നൗക്കർ സെ പൂരാ ഘടനാക്രം ജാൻതാ ഹേ. ആ പൻവാടി ആരായിരുന്നെന്നറിയാമോ? അത് ബീർബൽ ആയിരുന്നു. ബീർബൽ ആ രാജസേവകനോട് എല്ലാ സംഭവങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്നു. അവർ कहता है कि बादशाह ये चूना तुझको ही खिलवाएगा. എന്നിട്ട് ബീർബൽ ആ രാജസേവകനോട് പറഞ്ഞു, രാജാവ് ഈ ചുണ്ണാമ്പ് നിന്നെ കൊണ്ട് തീറ്റിക്കും. തേരെ പാൻ മേ ലഗേ ജ്യാദാ ചൂനെ സേ ബാദശാ കി ജീഫ് കട് ഗയി ഹേ. നീ കൊടുത്ത മുറുക്കാനിൽ ചുണ്ണാമ്പ് കൂടിയത് കാരണം ചക്രവർത്തിയുടെ നാക്ക് പൊള്ളിയിരിക്കുകയാണ്. ഇസ്ലിയെ യഹ് സബ് ചൂന തുച്ചേ ഹി ഖാനാ പടേഗ. അതുകൊണ്ട് രാജാവ് ശിക്ഷയായിട്ട് ഈ ചുണ്ണാമ്പെല്ലാം നിന്നെ കൊണ്ട്
തീറ്റിക്കും, നിനക്ക് ഈ ചുണ്ണാമ്പ് തിന്നേണ്ടി വരും. इसलिए इतना ही घी भी ले जा. जब बादशाह चूना खाने को कहे तो चूना खाने के बाद घी पी लेना. ചക്രവർത്തി നിന്നോട് ചുണ്ണാമ്പ് തിന്നാൻ പറയുമ്പോൾ ചുണ്ണാമ്പ് തിന്നതിന് ശേഷം നീ ഈ നെയ്യും കൂടെ കുടിക്കുക. ഘീ, നെയ്യ്. നൗക്കർ ദർബാർ മേ ചൂന ലേക്കർ ജാത്താ ഹെ. അങ്ങനെ ആ രാജസേവകൻ കൊട്ടാരത്തിലേക്ക് ചുണ്ണാമ്പുമായി പോകുന്നു. और बादशाह नौकर को वह सारा पाव पर चूना खाने का आदेश देता है. ചക്രവർത്തി ആ ജോലിക്കാരനോട് ആ 250 ഗ്രാം ചുണ്ണാമ്പും കഴിക്കാൻ പറയുന്നു. നൗക്കർ വഹ് സാരാ ചൂന ഖാ ലേത്താ ഹെ. രാജാവ് പറഞ്ഞാൽ അനുസരിക്കണം, അല്ലെങ്കിൽ ശിക്ഷ കിട്ടും. അതുകൊണ്ട് ആ ജോലിക്കാരൻ ആ ചുണ്ണാമ്പ് മുഴുവൻ തിന്നുന്നു. ലേക്കിൻ ഉസ് പൻവാടി ബീർബൽ കി സലാഹ് കെ അനുസാർ ഘീ ഭി പീ ലേത്താ ഹെ. പക്ഷേ ആ മുറുക്കാൻ കച്ചവടക്കാരനായ ബീർബലിന്റെ ഉപദേശം അനുസരിച്ച് സലാഹ്, അദ്ദേഹം നെയ്യും കൂടെ കുടിക്കുന്നു. അഗലേ ദിൻ ജബ് ബാദശാഹ് കാ നൗക്കർ പുന ജബ് രാജദർബാർ പഹുഞ്ചത്താ ഹെ. അടുത്ത ദിവസം ആ രാജസേവകൻ രാജകൊട്ടാരത്തിലേക്ക് വരുമ്പോ അക്ബർ ഉസേ ജീവിത് ദേഖെ ദേഖ് ആശ്ചര്യ സെ ഉസ്കെ ജീവിത് ബജനെ കാ കാരൺ ജാൻതാ ഹെ. അക്ബർ ചക്രവർത്തി അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് കണ്ട്, ജീവനോടെ ഇരിക്കുന്നത് കണ്ട് അതിനുള്ള കാരണം അദ്ദേഹത്തോട് ചോദിക്കുന്നു. നൗക്കർ സാരി ബാത്ത് ബാദശാഹ് ബതാത്താ ഹെ. ആ രാജസേവകൻ നടന്ന എല്ലാ കാര്യങ്ങളും ചക്രവർത്തിയോട് പറയുന്നു. കി കൈസെ കിലേക്കെ ബാഹർ കെ പൻവാടി കി സമച്ച് ബൂച്ച് സെ വഹ് ബജ് സക. എങ്ങനെയാണ് കൊട്ടാരത്തിന് പുറത്തുള്ള ആ മുറുക്കാൻ കടക്കാരന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ താൻ രക്ഷപ്പെട്ടതെന്നുള്ള എല്ലാ സംഭവങ്ങളും അദ്ദേഹം രാജാവിനോട്, അക്ബർ ചക്രവർത്തിയോട് പറയുന്നു. ബാദശാഹ് ഉസ് പൻവാടി കി ബുദ്ധിമത്താ സെ പ്രഭാവിത് ഹോ. രാജാവ് ആ മുറുക്കാൻ കച്ചവടക്കാരന്റെ ബുദ്ധി സാമർഥ്യത്തിൽ പ്രഭാവിതനായി ഉസേ ദർബാർ മേം ബുൽവാത്തേ. അദ്ദേഹത്തെ രാജസദസ്സിലേക്ക് വിളിപ്പിക്കുന്നു. ഇസ് പ്രകാർ ബാദശാഹ് അക്ബർ और ബീർബൽ കാ പഹലി ബാർ ആംനാ സാംനാ ഹോത്താ ഹെ. ഇപ്രകാരമാണ് ബാദശാഹ് അക്ബർ, ചക്രവർത്തിയായ അക്ബറും ബീർബലും ആദ്യമായി പരസ്പരം കണ്ടുമുട്ടുന്നത്. और अकबर ऐसे बुद्धिमान व्यक्ति को अपने दरबार में स्थान देता है. അക്ബറിനെ പോലെ ബുദ്ധിമാനായ വ്യക്തിയെ അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ സ്ഥാനം നൽകുന്നു. അക്ബർ കെ ദർബാർ മേ അക്ബറിനെ ഇനേം വീർവർ കാ ഖിതാബ് ദിയ. മഹേഷ് ദാസ് എന്ന പേരുള്ള ആ പൻവാടിക്ക് അക്ബർ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വീർവർ എന്നുള്ളൊരു പദവി കൊടുക്കുന്നു. ചൽത്തേ ചൽത്തേ വഹ് ബീർബൽ ഹോ ഗയ. ആ പേര് പറഞ്ഞ് വീർവർ എന്നുള്ള പേര് പറഞ്ഞ് പിന്നീട് അതെന്തായി മാറി? ബീർബൽ എന്നായി മാറി. ഇതാണ് കഥ. എങ്ങനെയാണ് ചക്രവർത്തിയായ അക്ബറിന്റെ കൊട്ടാരത്തിലേക്ക് ബീർബൽ എത്തിച്ചേർന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇനി നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രമാണ് പരിശോധിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കുകളും ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക, വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. सभी यहाँ देखो, यहाँ इस चित्र में हम किस प्राणी को देख रहे हैं? बताओ. हाँ ठीक है, ये है മധുമക്കിയാം. മധുമക്കിയാം മത്ലബ്, മധുമക്കിയാം എന്ന് പറഞ്ഞാൽ തേനീച്ചകളാണ്. നമ്മൾ ചിത്രത്തിൽ കാണുന്നത് തേനീച്ചകളാണ്. ഇനി നിങ്ങൾ നോക്കൂ, മധുമക്കി കി ഖൂബിയാ ക്യാ ക്യാ ഹെ. മധുമക്കിയുടെ സവിശേഷത എന്താണ്? മധുമക്കിയാ വിഭിന്ന ഫൂലോ സെ മധു സഞ്ചയൻ കർത്തി ഹെ, ദൂസരോ കോ ബാണ്ട്തി ഹെ. അതായത് മധുമക്കിയാം തേനീച്ചകള് വ്യത്യസ്ത പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുകയും അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇനി നോക്കൂ, മധുമക്കി ഫൂലോ സെ മധു ലേക്കർ ക്യാ കർത്തി ഹെ. मधुमक्खी फूलों से मधु लेकर दूसरों को बांटती है, सभी को इसका फायदा मिलते हैं. मधुमक्खी कहाँ कहाँ से मधु लेती है? मधुमक्खियां फूलों से विभिन्न स्रोतों से मधु സഞ്ചയൻ करती है. തേനീച്ചകള് വ്യത്യസ്തമായ പൂക്കളിൽ നിന്നാണ് തേൻ ശേഖരിക്കുന്നത്. ശരി, इसी प्रकार हम भी विभिन्न स्रोतों से शिक्षा प्राप्त करते हैं. ഈ തേനീച്ചകൾ വ്യത്യസ്തമായ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നത് പോലെ നമ്മളും വ്യത്യസ്തമായ സ്രോതസ്സുകളിൽ നിന്നാണ് അറിവ് നേടുന്നത്, അല്ലേ? നമ്മൾ അധ്യാപകരിൽ നിന്ന് അറിവ് നേടും, കൂട്ടുകാരിൽ നിന്നും, രക്ഷകർത്താക്കളിൽ നിന്നും, പുസ്തകങ്ങളിൽ നിന്നും,
ടി വിയിൽ നിന്നും ഇങ്ങനെ നിരവധിയായ സ്രോതസ്സുകളിൽ നിന്നും നമ്മൾ അറിവ് നേടുകയും അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കി തീർക്കുകയും ചെയ്യും. ശരി. हाँ देखो, चित्र में मधुमक्खियों के पंख की क्या सविशेषता है? എന്താണ് ചിത്രത്തിലെ തേനീച്ചകളുടെ ചിറകിന്റെ സവിശേഷത? നിങ്ങൾ എല്ലാവരും നോക്കൂ. मधुमक्खियों की पंख की क्या सविशेषता है? हाँ, उनके पंख के स्थान पर കിതാബ് ഹേ, പുസ്തക ഹേ. അവരുടെ ചിറകിന്റെ സ്ഥാനത്ത് എന്താണ്? പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളും തേനീച്ചയും തമ്മിൽ എന്താണ് ബന്ധം? നോക്കൂ. मधुमक्खियां विभिन्न स्रोतों से मधु संकलन करती है, उसी प्रकार ज्ञानार्जन के भी विभिन्न स्रोत हैं. തേനീച്ചകൾ വ്യത്യസ്തമായ സ്രോതസ്സുകളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നത് പോലെ അറിവ് നേടുന്നതിനും വ്യത്യസ്തമായ സ്രോതസ്സുകളുണ്ട്. മനസ്സിലായോ? നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് അറിവ് നേടുന്നു, അതുപോലെ നമ്മൾ വ്യത്യസ്തങ്ങളായ അനേകം സ്രോതസ്സുകളിൽ നിന്ന് അറിവ് നേടാൻ നമുക്ക് കഴിയും. ശരി. यह दुनिया ज्ञान के अनगिनत स्रोतों से भरी हुई है. उन स्रोतों को पहचानना और ज्ञान रूपी मधु का संचयन करना ही शिक्षा है. इस प्रक्रिया में सभी छात्र बन जाते हैं और दूसरों के लिए शिक्षक भी. ज्ञान किसी की निजी संपत्ति नहीं है, उसके लेन देन में ही खुशी है. അതെ, ഈ ലോകം അറിവിന്റെ എണ്ണമറ്റ സ്രോതസ്സുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ സ്രോതസ്സുകളെ തിരിച്ചറിയുകയും അറിവാകുന്ന തേൻ ശേഖരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഈ പ്രക്രിയയിൽ എല്ലാവരും വിദ്യാർത്ഥികളുമാണ്, ഓരോരുത്തരും പരസ്പരം അധ്യാപകരുമാണ്. അറിവ് ആരുടെയും സ്വകാര്യ സ്വത്തല്ല, അത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോഴാണ് സന്തോഷം. മനസ്സിലായോ? അപ്പൊ നമുക്ക് അറിവിന്റെ പുതിയ ലോകത്തിലേക്ക് കടക്കാം. देखो, यहाँ कुछ चित्र है, उनमें कुछ कैरेक्टर भी. इन कथापात्रों को तुम लोग पहले कहीं देखे हैं? हाँ, इनके बारे में तुम बहुत सी कहानियां सुने होंगे, टीवी पर देखे भी होंगे. ये सभी कथापात्र ऐसे कहानियों में है जिसे हम लोक कथा कहते हैं. समझ गए? ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന കഥകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലോക് കഥ അല്ലെങ്കിൽ നാടോടി കഥകൾ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഫോക്ക് ടെയിൽസ് എന്ന് പറയുക. ശരി. देखो, लोक कथाएं किसी समाज में एक पीढ़ी से दूसरी पीढ़ी तक जाती है. ലോക് കഥകള്, നാടോടി കഥകള് ഒരു സമൂഹത്തിൽ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറകളിലേക്ക് പകർന്നു നൽകുന്നു. മിക്കവാറും ഇങ്ങനെയുള്ള കഥകള് വാമൊഴിയായിട്ടായിരിക്കും പകർന്നു കൊടുക്കുക. ये कथाओं का मुख्य उद्देश्य समाज के ज्ञान, समझ, नैतिक मूल्यों और जानकारी को पीढ़ी दर पीढ़ी आगे पहुंचना होता है. ഈ കഥകളുടെ പ്രധാന ഉദ്ദേശ്യം സമൂഹത്തിന്റെ അറിവുകളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഹർ ദേശമേം അലഗ് അലഗ് തരഹ് കി ലോക് കഥായേം മൗജൂദ് ഹെ. ഓരോ രാജ്യത്തും വ്യത്യസ്ത തരത്തിലുള്ള ഇത്തരം നാടോടി കഥകള് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലും ഇത്തരം നിരവധി നാടോടി കഥകളും കഥാപാത്രങ്ങളും ഉണ്ട്. നിങ്ങൾ അത്തരം കുറച്ച് കഥാപാത്രങ്ങളെ കുറിച്ചൊരു പട്ടിക തയ്യാറാക്കാൻ ശ്രമിക്കുക. ശരി. अभी हम पाठ्यपुस्तक के कहानी पढ़ेंगे, सभी ध्यान से सुनना. कहानी का नाम क्या है? हाँ, शहनशाह अकबर को कौन सिखाएगा? देखो, शहनशाह अकबर गंभीर चर्चा में मग्न विद्वानों के एक समूह को देख रहे थे. वे बीरबल की ओर मुड़कर बोले, बीरबल, मैं बहुत चतुर नहीं हूं. बहुत सी ऐसी चीजें हैं जिनके बारे में मैं नहीं जानता. मैं हर चीज को सीखना चाहता हूं. कल से मेरी पढ़ाई शुरू हो, इसका इंतजाम करो. शहनशाह अकबर गंभीर चर्चा में मग्न विद्वानों के एक समूह को देख रहे थे.
ഷെഹൻഷാ അക്ബർ വളരെ ഗൗരവമായ ചർച്ചയിൽ ഏർപ്പെട്ടിരുന്ന പണ്ഡിതന്മാരുടെ ഒരു സമൂഹത്തെ നോക്കുകയായിരുന്നു. വേ ബീർബൽ കി ഓർ മുടുക്കർ പോലെ, അദ്ദേഹം ബീർബലിന് അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ബീർബൽ കി ഓർ മുടുക്കർ പോലെ, ബീർബൽ മേ ബഹുത്ത് ചതുർ നഹി ഹൂ, ബീർബൽ ഞാൻ വലിയ ബുദ്ധിമാനല്ല. ഷെഹൻഷാ അക്ബർ ഗൗരവമായ ചർച്ചയിൽ ഏർപ്പെട്ടിരുന്ന പണ്ഡിതന്മാരുടെ ഒരു സമൂഹത്തിനെ നോക്കി നിൽക്കുകയായിരുന്നു. ആ ചർച്ച കണ്ടിട്ട് അദ്ദേഹം ബീർബലിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, ബീർബൽ മേ ബഹുത്ത് ചതുർ നഹി ഹൂ, ബഹുത്ത് സി ऐसी चीजें हैं जिनके बारे में मैं नहीं जानता. ബഹുത്ത് സി ऐसी चीजें हैं, ധാരാളം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ജിൻകെ ബാരെ മേ മേ നഹീ ജാൻത, എനിക്ക് അറിഞ്ഞൂടാത്തത്. ഏതിനെ കുറിച്ചാണോ എനിക്കറിയാത്തത്, അതായത് എനിക്ക് അറിഞ്ഞൂടാത്ത ധാരാളം കാര്യങ്ങളുണ്ട് എന്നാണ് അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറയുന്നത്. മേ ഹർ ചീസ് കോ സീഖ്ന ചാഹത്താ ഹൂം, ഞാൻ എല്ലാ കാര്യങ്ങളും ഹർ ചീസ് കോ സീഖ്ന ചാഹത്താ ഹൂം, പഠിക്കാൻ ആഗ്രഹിക്കുന്നു. കൽസേ മേരി പഠായി ശുരു ഹോ, നാളെ മുതൽ എൻ്റെ പഠനം ആരംഭിക്കണം. കൽസേ മേരി പഠായി ശുരു ഹോ, ശുരു ഹോ മത്ലബ് ആരംഭിക്കുക, ശുരു ഹോന. ഇസ്കാ ഇന്തസാം കരോ, ഇതിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ, ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യൂ. ഇന്തസാം കർണ, ഏർപ്പാടുകൾ ഉണ്ടാക്കുക. നമുക്ക് शहनशाह अकबर गंभीर चर्चा में मग्न विद्वानों के एक समूह को देख रहे थे. वे बीरबल की ओर मुड़कर बोले, बीरबल मैं बहुत चतुर नहीं हूं. बहुत सी ऐसी चीजें हैं जिनके बारे में मैं नहीं जानता. मैं हर चीज को सीखना चाहता हूं. कल से मेरी पढ़ाई शुरू हो. इसका इंतजाम करो. അക്ബർ ചക്രവർത്തി ഗൗരവമായ ചർച്ചയിൽ ഏർപ്പെട്ടിരുന്ന പണ്ഡിതന്മാരുടെ ഒരു സദസ്സിനെ നോക്കിക്കൊണ്ട് ബീർബലിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബീർബൽ ഞാൻ വലിയ ബുദ്ധിമാനല്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ മുതൽ എൻ്റെ പഠനം ആരംഭിക്കണം. ഇതിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. നോക്കൂ, ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും വായിച്ച് നോക്കണം. ചില വാക്കുകളുടെ അർത്ഥം മലയാളത്തിൽ കൊടുക്കുന്നുണ്ട്, നോക്കുക. ഷെഹൻഷാ എന്ന് പറഞ്ഞാൽ ആരാണ്? ചക്രവർത്തി. അതുപോലെ ഗംഭീർ എന്ന് വെച്ചാൽ ഗൗരവം, ഗംഭീർ ചർച്ച, ഗൗരവമായ ചർച്ച. അടുത്തത് മുടുക്കർ, തിരിഞ്ഞുകൊണ്ട്, മുടുക്കർ പോലെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇന്തസാം കരോ, ഏർപ്പാട് ചെയ്യുക അല്ലെങ്കിൽ ക്രമീകരിക്കുക. ശരി, ഈ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ധന്യവാദ്.